So what is up guys, welcome back to another episode of Gamer X Boys. Guys, അപ്പം ഇന്ന് നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ വന്നേക്കോടെ ഖലീഫ ബസ്സും കൊണ്ട് നമുക്കൊരു ചെറിയ ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാപ്പിൽ കാണിച്ചത് ചെറിയൊരു ഓട്ടം, ഇവിടം വരെ ഉള്ളൂ, വളരെ കുഞ്ഞൊരു ഓട്ടം. അപ്പോൾ ഇന്ന് ആ ഒരു ഓട്ടം ചെയ്യാൻ പോകും. ഈ ബസ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഖലീഫയല്ലേ ഇതിൻ്റെ സ്പീഡ് കാണും. തുടക്കത്തിൽ ഒരു 60 ആകുമ്പോൾ ഇച്ചിരി സ്ലോ ആണ്, കഴിഞ്ഞ് 70-80 എന്ന സ്പീഡൊക്കെ ആകുമ്പോൾ നല്ല സ്പീഡ് കയറി വരും. ഇനി ലൈറ്റ് എല്ലാം ഇട്ട് ഞാൻ കാണിച്ചു തരാം. വണ്ടി ഈ ഒരു സംഭവം കൂടി തുറന്നിട്ട് ഓക്കെ 3, 2, 1 ക്യാബിനിലെ ലൈറ്റ് പോകും. ഏകദേശം മറ്റേ ലൈറ്റ് ഇടുന്നില്ല, മറ്റേത് ഇടുവാണ് എന്താണെന്ന് അറിഞ്ഞോളൂ. ക്യാബിനിലെ ലൈറ്റ് പോകും. ഈ ഒരു ലൈറ്റ് ഞാൻ പോവാണ്. രാത്രിയായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഗൈസ് ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. വണ്ടി ഇടിച്ചോ? ഇല്ല ഗൈസ്, വണ്ടി ഒന്നും ഇടിച്ചില്ല. ഇതാണ് വണ്ടി, ലൈറ്റെല്ലാം ഇട്ട് സെറ്റാക്കി. ഈ ഒരു ബസ്സാണെന്ന് പോട്ടെ. ഇൻറ്റീരിയർ വലുതായിട്ടൊന്നുമില്ല, ഒരു അശോക ലീലാൻ്റെ വണ്ടിയാണിത്. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ, പക്ഷെ എനിക്ക് ഈ ഒരു എന്തുവാ എമർജൻസി ലൈറ്റും കാണും, പക്ഷെ അതിൻ്റെ ഒച്ചയും കേൾക്കാൻ പാടില്ല. ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഓടിക്കുകയാണ്, അതാകുമ്പോൾ നമുക്ക് ഫ്രണ്ടും കാണാം ബാക്കും കാണാം. ഇവിടെ നിന്ന് വണ്ടി വേറെ ഇഷ്ടം പോലെ. ചേട്ടാ ഒന്ന് നിൽക്ക്, വണ്ടി എടുത്തോണ്ട് പോട്ടെ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇറക്കിയപ്പോൾ തന്നെ തട്ടലും മുട്ടലും. അപ്പോൾ പോകാൻ നേരം ചെറിയ ഓട്ടം ആയതുകൊണ്ട് ചെറിയ വീഡിയോ ആയിരിക്കും. ഗൈസ്, ഇത് വലിയൊരു അങ്ങനെ കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. കുറേ വണ്ടികൾ ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നു. പിന്നെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ കാണിച്ചില്ല, മസ്റ്റ് കാണാൻ്റെ കണ്ട. ഇതിൽ വേറെ ഒരു ബസ്സുണ്ട്, ജയ്ഗുരുവിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടം കൊണ്ട് നമ്മൾ പോകുന്നതായിരിക്കും. ക്യാബിൻ കണ്ടായിരിക്കും നിങ്ങൾ. ഞാൻ കൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് ക്യാബിൻ ഇരിക്കുന്നത്. പാസഞ്ചർ സീറ്റ് ഇങ്ങനെ നല്ല ഫുള്ള് ലൈറ്റാണ്, ഒരു മഞ്ഞ നീല ഇൻറ്റീരിയർ. ഇത് ഏത് ബസ്സാ? സായിദ് മസൂദ് എന്ന് പറഞ്ഞൊരു ബസ്സും കൊണ്ടാണ് വന്നേക്കുന്നത് ഞാൻ. ഇത് ഫ്രണ്ടിലൊക്കെ GC എന്നൊക്കെ എഴുതി വെച്ചാൽ സെറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ വേറെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് വേണമെന്ന് പറയും. നിങ്ങളുടെ സജസ്റ്റനിൽ ഞാൻ വരാം. വണ്ടി കൊണ്ട് വേറൊരു പള്ളിയൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ഇതിൽ അത് സംഭരണമല്ലേ. നമുക്കപ്പോൾ ഒന്ന് നിസ്കരിച്ചിട്ടൊക്കെ ഒന്ന് വന്നിട്ട് വരാം. ബാങ്ക് വിളിക്കാൻ സമയമായി, ഞാൻ നിസ്കരിച്ചിട്ടൊക്കെ ഒന്ന് വന്നിട്ട് വരാം. വണ്ടിയൊക്കെ ഞാൻ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് വരാം. ബൈ. മറ്റു ഡാൻസ് നോടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വണ്ടിക്കകത്ത് കയറാം. വണ്ടി കാണാൻ കൊള്ളാം. KL 23Y2266 എന്ന് പറഞ്ഞ ഒരു നമ്പർ പ്ലേറ്റിലാണ് വണ്ടി ഉള്ളത്. അങ്ങോട്ട് പോകാൻ പറ്റും, നമുക്ക് വിട്ടാൽ. വണ്ടീൻ്റെ ഗ്രാഫിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണല്ലോ മതി. ഇത് കണ്ടിട്ടല്ലേ തേനീച്ചയും കൂടി ഉണ്ട് ഈ നടുക്കത്തെ സംഭവം. അതൊക്കെ വീട് ഹങ്കിന് കയറി അങ്ങ് മേടിക്കുക വണ്ടിയിൽ. കൊള്ളാവേ, സംഭവം കാണാൻ സീന. ആരാണേലും ഒന്ന് നോക്കും. അങ്ങനെ നമുക്ക് വീണ്ടും ഓട്ടത്തിന് അങ്ങ് പോവാം. ഈ സമയം വേസ്റ്റ് ചെയ്യാനൊന്നുമില്ല, ചെറിയ ഓട്ടം ഉണ്ടെങ്കിൽ ഈ രാത്രിക്ക് മുമ്പ് എത്തണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്കങ്ങ് പോവാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് 70 മേളയൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു സ്പീഡ് വരും, എല്ലാത്തവണ സ്പീഡ് കിട്ടും. ഇതാണ് ഈ ഒരു സെലസ്ട്രോണിൻ്റെ ഒരു കാര്യം. വളമൊക്കെ തന്നെ ഇത് നല്ല കൺട്രോൾ കിട്ടും 80-ലൊക്കെ ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഒരു ഉപകാരം. പിന്നെ നല്ല കുത്തനെ കയറ്റമില്ല സെലസ്ട്രോ കയറി പോകുന്നതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മാപ്പ് വരുമ്പോൾ എനിക്ക് പറയും. അപ്പം ഈ ഒരു മാപ്പ് ഞാൻ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ച് കയറ്റിയതാണ്. നോക്കാൻ നേരം എന്താ ഇവിടം വരെ സിമ്പിള്. നമ്മളിപ്പോൾ അതിൻ്റെ പകുതിയല്ല, അതിൻ്റെ പകുതി കഴിഞ്ഞു.
പകുതി ഈ ഒരു ഹമ്പ് അടിച്ച സംഭവമാണോ ഉയ്യോ പാട്ടാ അടിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വണ്ടി കൊണ്ട് ഇടിച്ച്. അയ്യോ ഇതെന്തായാലും നന്നാക്കിയിട്ട് കൊണ്ട് കൊടുക്കണ്ടേ. ഇവിടെ ഡെൽഡുണ്ട് ഒന്നെണ്ണ ഒന്ന് ഹോൺ അടിക്കാതിരി. ആഹാ ഊച്ചാളി ഹോൺ അടിക്കുന്ന മതിയാ. ഒരു മണിവാളി ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു, അവിടെ വെച്ച് നമ്മൾ ഹോൺ അടിച്ച്. പുള്ളിക്കാരനെ നല്ല മൂടാണെന്ന് തോന്നുന്നു, അതുകൊണ്ടൊന്നും പെറ്റിയൊന്നും അടിച്ചില്ല. ഇല്ല പെറ്റിയും അടിച്ച് കൊടുക്കണ എന്നേ വണ്ടി ഈ വളവിലൊക്കെ പാടാകട്ടെ. നല്ല ഷാർപ്പ് ടേൺ ആയതുകൊണ്ട് ആ ഒരു മുന്നത്തെ വളവൊക്കെ നല്ല ഷാർപ്പ് ടേൺ ആയതുകൊണ്ട് അതേപോലെ പാനിപ്പൂരി കടയുണ്ട്. എനിക്കൊരു പാനിപ്പൂരി കൂടി കഴിച്ചിട്ട് പോകാം. ഇത് അടയ്ക്കുന്നതിന് മുന്നേ അപ്പം ഇതിനെ പെട്ടിന്നിട്ട് 2 പാനിപ്പൂരി കഴിച്ചിട്ട് വരാം. ഇതേ ഉള്ളൂ ഇവിടുത്തെ ഹോട്ടൽ, വേറെ ഹോട്ടൽസ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. അപ്പം ഞാൻ എന്താ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് വന്നേക്കുവാണ്. ഇനി നമുക്ക് പോയി ഒന്ന് വണ്ടി ഓടിക്കാം. ഇനി ഒരു നിർത്തലും ഇല്ല, പ്രോമിസ്. ഇവിടെ നിന്ന് അങ്ങ് വണ്ടി പിടിയിൽ നിന്ന് അങ്ങ് എടുത്തിട്ട് പോകാം. നോക്കാനില്ല, പൈസ ഒക്കെ കൊടുത്ത് ഒരു 15 മലേഷ്യൻ റുപ്പീസ് അല്ല ഇന്തോനേഷ്യൻ റുപ്പീസ്, സോറി. അയ്യോ നമ്മൾ നല്ല ടേൺസ് ഒക്കെ എടുക്കുന്നുണ്ട്, സെറ്റായി. രാവിലെ ആയിട്ടില്ല, ഇനി എത്രയും കൂടി പോകാനുണ്ട്. ഇനി ഇച്ചിരി കൂടി 40 മിനിറ്റ് 40 മിനിറ്റ് അടിച്ചിട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാൻ മാപ്പൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഒരു അയ്യോ പകുതിയും കൂടി ഉള്ളു. അപ്പോൾ നമുക്ക് ഹോൺ അടിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഹോൺ എന്താന്ന് കേൾക്കണോ? അങ്ങനെ മഴയും വന്നു. ഈ ഒരു വണ്ടീൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇതൊന്നും വർക്കാവില്ല. കണ്ടോ, എന്തുവാ വൈപ്പറൊന്നും വർക്കാവില്ല ഇതിൻ്റെ. അതായത് ഈ ഒരു മോഡിൻ്റെ പ്രശ്നം. അല്ലാതെ വണ്ടി കുഴപ്പമില്ല, സ്പീഡ് കുറവാണ്, പിന്നെ വൈപ്പറും വർക്കാവില്ല. പക്ഷെ നല്ല കൺട്രോളിറ്റി ഉണ്ട്. പിന്നെ കുത്തനെ കയറ്റമൊക്കെ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയിട്ടില്ല, നോക്കണം, ചിലപ്പോൾ കള്ളമായിരിക്കും. സെഡസ്ട്ര ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശ്വസിക്കുന്നത്. അല്ല സെഡോണാണ് കുഴപ്പമില്ല, സെഡോൺ കയറുമായിരിക്കും. ഒമ്നിയല്ല പിക്കപ്പ് വണ്ടി. നമ്മൾ ചിലപ്പോൾ എത്താറായി. ഇച്ചിരി മാപ്പിനകത്ത് കാണുമ്പോൾ കുറേ ദൂരമുണ്ട്, ശരിക്കും അടുത്താണ്. ഇതുണ്ടോ ഈ ബസ്സിൻ്റെ കളറുണ്ടോ, കഴിയത്തില്ല. എൻ്റെ വയനാടൻ വണ്ടി അങ്ങനെ ഈ കറുപ്പുള്ള സ്ഥലമെല്ലാം ഒരുമാതിരി ഒരു ഗ്രേ കളറായി. അങ്ങനെ വീണ്ടും മണിവാട് ഗൈസ്, നമ്മളെ വീണ്ടും വണ്ടി ബമ്പ് വന്നു. കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷേ ഈ ഒരു ഭാഗത്ത് എന്താ ഇവിടെ ചെറിയൊരു ഡെൻറ്റ് വന്നിട്ടുണ്ട്. അതൊന്ന് നന്നാക്കിയിട്ട് അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇന്ന് തന്നെ കൊടുക്കും, ചിലപ്പോൾ ഇന്ന് രാത്രി കൊടുക്കല്ലേ നാളെ രാവിലെ കൊടുക്കും. ഇന്ന് തന്നെ അവർക്ക് ഒരു ഓട്ടം ഉണ്ട്. പിന്നെ നമ്മളുടെ ആൾക്കാർ വരുന്നു. എൻ്റെ കയ്യിലൊരു സ്വന്തം വണ്ടിയുണ്ട്, അതാണ് ഞാൻ ഇറക്കാം. പക്ഷേ അപ്പോൾ അതിൻ്റെ പണി ഇപ്പോൾ ഒരു വർക്ക് ആയിക്കൊണ്ടായിരിക്കും, അതിറങ്ങത്തില്ല. മാർഷ്മെലോ എന്നെങ്ങാണ്ടോ വണ്ടീൻ്റെ പേര്. അതിനി ഇപ്പോൾ ഒരു ചാസ് ചെയ്യണം, പിന്നെ മറ്റ് സംഭവങ്ങളൊക്കെ ചെയ്യണം. അതും കൂടി ചെയ്തിട്ട് ഞാൻ വണ്ടി ഇറക്കുന്നതായിരിക്കും. ഇപ്പോൾ കണ്ട ഈ സൈഡ് ഭാഗമൊക്കെ പോയി ഖലീഫാൻ്റെ ഏയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി സ്റ്റിക്കറൊക്കെ ഇച്ചിരി കൂടി നല്ലതായിട്ട് ഒട്ടിച്ച് അവിടെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു ഓട്ടമുണ്ട്, നമുക്കൊരു ഓട്ടമുണ്ട് ഈ ഒരു വണ്ടിയും കൊണ്ട്. അവർക്ക് ഈ ഓട്ടം എടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വണ്ടിക്കാർ പറഞ്ഞു നീ ഈ ഓട്ടം എടുക്കുക, കാരണം ബാക്കിയുള്ളവർ എല്ലാവരും ഓട്ടത്തിന് പോയേക്കാം, മറ്റുള്ളവർക്ക് വേറെ ബസ്സിലൊക്കെ വേറെ സ്ഥലത്ത് പോയേക്കാം. ഈ ഒരു കുഞ്ഞോട്ടം ആയതുകൊണ്ട് നമുക്ക് തന്നേക്കുവാണ്. ഞാൻ അങ്ങനെ വലിയ ഓട്ടമൊന്നും എടുക്കാറില്ല. കുറച്ച് മുന്നേ നമ്മൾ ഈ ഒരു പള്ളിയിലല്ലേ,
അല്ല ഗൈസ്, ഇത് വേറെ പള്ളിയാണ്. എന്താ ഗൈസ്, ഈ ഒരു വളവും ഇത് ആ ഒരു വളവും പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വലിയ ദൂരെ ഓട്ടമൊക്കെ എടുക്കണമെങ്കിൽ നല്ലൊരു വണ്ടിയാണ്. ഇത് കൊച്ചോട്ടയ്ക്ക് ഓട്ടത്തിന് കുഞ്ഞത്. ഈ ഒരു വളം കൂടി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. നീ അവിടെ അടിക്കാത്തടാ. ഈ അവിടെ ചെന്ന് ആ ഒരു ഷെഡ് പോലത്തെ സംഭവത്തുണ്ട്, പാർക്ക് ചെയ്താൽ മതി. ഈ ഒരു വണ്ടിയൊക്കെ കണ്ട് ഇവിടെ കുറേ നേരമായെന്നാ തോന്നിയിരിക്കുന്നു. ഇപ്പം ഈ ഒരു മോഡ് ആണെങ്കിൽ കാണിച്ചു തരാം. ഇതാ എന്നെ പുള്ളിക്കാരൻ്റെ ചാനൽ നെയിം യൂട്യൂബ് ബസ് തെക്കാൻ കോപ്പി അങ്ങനെ കണ്ടോ. അപ്പോൾ ഇനി ഈ ബസ് ഇങ്ങോട്ട് എടുത്ത് പാർക്ക് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നമുക്ക് എപ്പോഴേക്കും പെട്ടെന്ന് ചെയ്യാം. ഒന്നും കൂടി ഈ ബസ് കാണുകയാണ്. ഇപ്പോഴേക്കും ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം. വണ്ടി കൊണ്ട് കയറ്റുമല്ലോ, ഈ ഒരു സംഭവം കൂടി ഓഫാക്കാം. ഗൈസ്, ഈ ഒരു വിൻഷീൽഡ് വർക്കാകുന്നതായിരുന്നു. ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചുതരാം. ഇതാട്ടോ ഇപ്പം വർക്കായാലോ. ഇപ്പം ഈ ഒരു സംഭവം ഈ സൈഡിലെ ലൈറ്റ് മാത്രം വർക്കാവും. ഞാൻ ഈ ഒരു സംഭവം ഓണാക്കിയിട്ടേക്കോ. അത് ഓഫാക്കാൻ നേരം കണ്ട വെറുതെ അല്ല. അപ്പോൾ വിൻഷീൽഡിനൊന്നും കുഴപ്പമില്ല, സ്പീഡൊക്കെ കുഴപ്പമാണ്, ബാക്കിയുള്ളതെല്ലാം നല്ല. വണ്ടി പാർക്ക് ചെയ്തു കണ്ട 96 മിനിറ്റും 29 സെക്കൻഡും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.